ഹായ്, ഇന്ന് ഞാൻ അച്ചൂട്ടൻ്റെ ഉണ്ട് കേട്ടോ. നമ്മളിന്ന് കുറച്ച് കുസൃതി ചോദ്യങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത്. അച്ചൂട്ടാ റെഡി അല്ലേ? കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിക്കും. അപ്പോൾ ആൻസർ അറിയുമ്പോൾ ടപ്പേന്ന് ആൻസേഴ്സ് പറയാം. അതുപോലെ നിങ്ങൾക്ക് ആൻസർ അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ വന്നിട്ട് ആൻസർ ചെയ്യാം. ഓക്കെ. അതേപോലെ ഗൈസ്, നമുക്ക് നമ്മുടെ വീഡിയോ എല്ലാം റീച്ച് ആക്കി തരാം. നിങ്ങൾക്ക് മാത്രമേ അതിനെ കൊണ്ട് പറ്റുള്ളൂ. പിന്നെ അതേപോലെ നിങ്ങളെല്ലാം ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ഇടുക, കമന്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നമുക്ക് തുടങ്ങാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു അച്ഛനും മകനും ഇങ്ങനെ കാറിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് കാർ ആക്സിഡൻ്റ് ആവും. ആ സ്പോട്ടിൽ തന്നെ വെച്ചിട്ട് അച്ഛൻ മരിച്ചു പോകും. അത് കഴിഞ്ഞ് കൊച്ചിനെ എല്ലാവരും കൂടി എടുത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ച് ഈ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി കഴിഞ്ഞിട്ട് ഡോക്ടർ വരുന്ന സമയത്ത് ഡോക്ടർ പെട്ടെന്ന് കൊച്ചിനെ കണ്ടിട്ട് പറയും, അയ്യോ ഇത് എൻ്റെ മകനാണെന്ന് പറഞ്ഞിട്ട് ഭയങ്കര കരയുക. അതുപോലെ തന്നെ ഈ ഓപ്പറേഷൻ എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സീനായി. അതെങ്ങനെ? പെട്ടെന്ന് സമയമില്ല, അറിയില്ല. അതായത് ആ ഡോക്ടർ കൊച്ചിൻ്റെ അമ്മയായിരുന്നു, അച്ഛനല്ലേ മരിച്ചേ. അപ്പം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഒരു രാത്രി സമയം കൂരാകൂരുണ്ട്. ഒരു തുള്ളി വെളിച്ചം പോലും എവിടെ നിന്നും വരാനില്ല, ലൈറ്റില്ല, ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ ഒരാൾ ആ റൂമിൽ ഇരുന്ന് ഇങ്ങനെ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ടൈമിലാണ് കറണ്ട് പോയത്. പക്ഷെ കറണ്ട് പോയിട്ടും ആളുടെ വായന തുടർന്നുകൊണ്ടിരുന്നു. ലൈറ്റോ മണ്ണെണ്ണവിളക്കോ ഒന്നുമില്ല, കാൻഡിലൊന്നുമില്ല. അതെങ്ങനെ സംഭവിച്ചു? അതെ, ആൾക്ക് കണ്ണ് കാണില്ലായിരുന്നു. ആള് മറ്റേ ആ ലിപിയില്ല, അവര് അതെ, അതാണ് വായിച്ചുകൊണ്ടിരുന്നത്. അപ്പം അത് പോയിട്ട് ഗൈസ്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഒരു ഓട്ടമത്സരം. ഓട്ടമത്സരത്തിൽ ഒരു പയ്യൻ രണ്ടാമനെ പിന്തള്ളി മുന്നിലായി ഓടി കയറി. അങ്ങനെയാണെങ്കിൽ ഇയാൾ എത്രാമനായിട്ടാണ് വിൻ ചെയ്തിട്ടുണ്ടാവുക? പെട്ടെന്ന് അല്ല, രണ്ടാമനായിട്ട്. കാരണം രണ്ടാമനെ മുന്നേറിയിട്ടല്ലേ പോയത്, ഒന്നാമനെ മുന്നേറിയിട്ടില്ലല്ലോ. ഓക്കെ, അപ്പോൾ രണ്ടാമനായിട്ടാണ്. നോട്ട് ദ പോയിന്റ്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണേ. ഒരു ഹോട്ടലിൽ ആ ഹോട്ടലിൽ നൈറ്റിലൊരാൾ കിടന്നുറങ്ങുക. അപ്പോൾ പുറത്തുനിന്നൊരു സൗണ്ട് കേട്ട് ടിക് ടിക് ടിക്, ഡോറ് നോക്ക് ചെയ്ത് സൗണ്ട് കേട്ട് ആൾ ഡോറ് തുറന്നു. അപ്പോൾ ഡോറ് തുറന്നപ്പോൾ പുറത്ത് നിൽക്കുന്ന ആൾ പറയും, അയ്യോ സോറി കേട്ടോ, എനിക്ക് റൂം മാറിപ്പോയതാണ്, സോറി എന്ന് പറയാൻ അങ്ങോട്ട് വേഗം നടന്നു പോകും, വേറെ ഒന്നും പറയാണ്ട്. അപ്പം ഈ റൂമിലുള്ള ആൾ സെക്യൂരിറ്റിക്കാരനെ വിളിച്ചിട്ട് ആളെ പെട്ടെന്ന് തന്നെ പിടിക്കണം, ആൾ കള്ളനാന്ന് പറയും. അതെങ്ങനെ മനസ്സിലായി ആൾ കള്ളനാണെന്നുള്ളത്? ഇല്ല, ഒന്നുമില്ല. അതായത് ഒരു റൂമിൽ ഒരു മനുഷ്യൻ കിടന്നുറങ്ങുക, ഹോട്ടൽ റൂമിൽ. അപ്പം ഡോറ് നോക്ക് ചെയ്ത് സൗണ്ട് കേട്ടിട്ട് ഇയാൾ പോയി ഡോറ് തുറക്കും. ഡോറ് തുറക്കുമ്പോൾ പുറത്തു നിന്ന് ആൾ പറയും, അയ്യോ എനിക്ക് റൂം മാറിപ്പോയതാണെന്ന് പറഞ്ഞ് വേഗം അങ്ങ് നടന്ന് പോവും. അപ്പോൾ ഈ റൂമിലുണ്ടായിരുന്ന ആൾ പെട്ടെന്ന് സെക്യൂരിറ്റിനെ വിളിച്ചിട്ട് ആ പോയ ആളെ പെട്ടെന്ന് പിടിക്കണം, കള്ളനാന്ന് പറയും. മനസ്സിലാവണ്ട, നീ ആലോചിക്കും. ഇതെന്താ ഇത്? ഒറ്റ പ്രാവശ്യം കൂടെ പറയുള്ളൂ. ഒരു ഹോട്ടൽ റൂമിൽ ഒരാൾ കിടന്നുറങ്ങുകയാണ്. അപ്പം പുറത്ത് ഡോറ് നോക്ക് ചെയ്യുന്ന സൗണ്ട് കേട്ടിട്ട് ഇയാൾ പോയിട്ട് ഡോറ് തുറക്കും. പുറത്ത് നിന്ന് ആൾ പറയും, അയ്യോ എനിക്ക് റൂം മാറിപ്പോയതാണ് എന്ന് പറഞ്ഞാൽ അയാൾ വേഗം അങ്ങ് നടന്നു പോകും. അപ്പോൾ ഈ റൂമിലുണ്ടായിരുന്ന ആൾ പോയിട്ട് വേഗം സെക്യൂരിറ്റിനൊക്കെ കോൾ ചെയ്തിട്ട് പറയും, ആ ആളെ പെട്ടെന്ന് പിടിക്കണം, ആൾ കള്ളനാണെന്ന്. എങ്ങനെ മനസ്സിലായി? ആ റൂമിൽ പറഞ്ഞ ആള് പോലീസൊക്കെയാണോ? അല്ല, കള്ളനാണ് ആള്. വാണ്ടഡ് എന്ന് പറഞ്ഞ പോസ്റ്റർ പുറത്ത് ഒട്ടിച്ചിട്ട് മൂപ്പരായ കണ്ടപ്പോ കള്ളനാണ് മനസ്സിലായി. അതൊന്നുമല്ല, അറിയില്ല. ഓക്കെ, ഞാൻ തന്നെ പറയട്ടെ. നിങ്ങൾക്ക് അറിയെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഞാൻ എന്തായാലും ആൻസർ പറഞ്ഞുതരാം. അതായത് നമ്മളിപ്പോൾ ഒരു ഹോട്ടൽ റൂമിൽ പോകുന്ന സമയത്ത് സ്വന്തം റൂമിലേക്കാണ് ആൾ വന്നതെങ്കിൽ ആൾ കീ എടുത്തിട്ട് തുറക്കാനല്ലേ നോക്കുള്ളൂ, ഡോറ് നോക്ക് ചെയ്യാൻ നോക്കില്ലല്ലോ. മനസ്സിലായോ? അപ്പം മതി. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ. അപ്പം അടുത്ത വീഡിയോയിൽ നമ്മൾ വേറെ കുറേ ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം കേട്ടോ. ഓക്കെ, താങ്ക് യു. ബൈ.